ഇല്ലാതെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടാ എന്ന് ചോദിച്ചാൽ നമ്മുടെ മൂന്നാറിലെ ഒരു ക്യാമറാമാന്റെ വിഷയം, ജെറി ചേട്ടന്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മധുവിന്റെ ആൾക്കാരെ വന്ന് മർദ്ദിച്ചതില്ലാട്ടല്ലേ. അപ്പോൾ എന്താ സംഭവം, എന്താ പ്രശ്നം എന്നൊക്കെ നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലാട്ടല്ലേ. നമുക്ക് കിട്ടിയ ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ലിജോ ലോനപ്പൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. 1,70,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് കൂട്ടായ്മയുടെ ആൾ അത്യാവശ്യം നല്ല ടോപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും നിലയിലൊക്കെ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ എന്താണ്. അപ്പോൾ ആളൊരു വീഡിയോ ഇട്ടിട്ടില്ല. ആൾ മുമ്പും നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് തന്നെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചതെന്ന് വണ്ടേ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് അവർക്ക് മർദ്ദനം ആ ഒരു പ്രശ്നത്തിന് കാരണമായെന്നൊക്കെ ആൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വീഡിയോ പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഹായ് നമസ്കാരം. നമ്മുടെ പ്രൊഫൈലിൽ ഒരു റീൽ കണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം, എന്താണ് സംഭവം എന്നൊക്കെ. സംഭവത്തിലുള്ളൂ നമ്മുടെ മൊമെന്റ്സ് ബൈ എലമെന്ററിക്സ് എന്ന പേജ്, ആ വെഡിങ് കമ്പനിയിൽ നിന്ന് ഒരു വർക്ക് മൂന്നാർ മാങ്കുളത്ത് എടുത്തിരുന്നു. ഇന്നലെ ആയിരുന്നു വർക്ക്. മിനിഞ്ഞാന്ന് നൈറ്റ് നമ്മുടെ വെഡിങ് കമ്പനിയിൽ നിന്നും ഒരു 8 പേരടങ്ങുന്ന ക്രൂ രാത്രി 12:30 മാങ്കുളത്ത് എത്തുന്നു. ഒരു ബ്രൈഡിന്റെ സൈഡിൽ നിന്ന് റെഡിയാക്കിയ റൂമിൽ 2 റൂമാണ് ഉണ്ടായിരുന്നത്. ഈ റൂമിൽ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ രാത്രി 12:30 വേറെ വർക്ക് കഴിഞ്ഞ് ഇവരെത്തുന്നു. ഇവരെത്തിക്കഴിഞ്ഞപ്പോൾ ഈ തന്ന 2 റൂമിലും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങൾ 10-15 പേരുണ്ടായിരുന്നു. ഇവരത് ചെയ്തിരിക്കുക. അപ്പം ഓൾറെഡി നമ്മുടെ ക്രൂവിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ചേട്ടാ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതാണ്, നമുക്ക് ഒരു റൂമൊന്ന് മാറി തരാമോ, കാരണം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം, നാളെ രാവിലെ നമുക്ക് വർക്കുള്ളതിൽ എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഈ പറഞ്ഞ പയ്യനെ അപ്പൊ തന്നെ ചെകിടത്തടിക്കുകയും അവന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ബോഡി കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് അവഗണിച്ചിട്ട് അവനെ വീണ്ടും ഉപദ്രവിച്ചു. ബാക്കിയുള്ള ക്യാമറ ടീം അംഗങ്ങളെ ആ റൂമിലിട്ട് പൂട്ടിയിടുന്നു. ഇതെല്ലാം സംഭവിച്ചു. എന്നിട്ട് പേടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ ആ വീഡിയോയിൽ ആദ്യം കാണുന്നത്. കേസിന് പോവില്ലല്ലോ എന്ന് അവനത് ആരോടും പറഞ്ഞില്ല, ബാക്കി ടീമും ആരും പറഞ്ഞില്ല. കാരണം ഇന്നലെ ഈ വെഡിങ് വർക്ക് നടക്കണം, അല്ലെങ്കിൽ ആ വെഡിങ് ഒരു ആ ബ്രൈഡിനും ഗ്രൂമും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് വെഡിങ് വർക്ക് ഇവർ എടുത്തു കൊടുക്കുന്നു. എടുത്തു കൊടുത്തതിന് ശേഷം ബ്രൈഡിനോടും ഗ്രൂമിനോടും ഈ കാര്യം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നു. ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി വണ്ടി തടഞ്ഞ് വണ്ടിക്കകത്ത് വന്ന് അവരെ ഉപദ്രവിക്കുന്ന വിഷ്വൽസ് ആണ് ആ വീഡിയോയിലുള്ളത്. ഇതിനെതിരെ നമ്മൾ പോലീസ് കംപ്ലൈന്റ് കൊടുത്തു, 3-ാം സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തു, FIR ഇട്ട് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇത് കേരളമാണ്, അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തിരിച്ചു മറിച്ച് ഇപ്പം വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവർ ഫോണിൽ ഷൂട്ട് ചെയ്താണ്. ഇപ്പൊ കുറെ പേര് പലതും ചോദിക്കും, പക്ഷേ ഇത് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പൊ അതിന്റെ വിഷ്വൽസ് ആണ്. കുറെ പേര് എന്നോട് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പൊ ഇതാണ് ഈ ലെറ്റർ സംഭവിച്ചത്, മനസ്സിലായില്ല. നമ്മൾ ഇതാണ് ഈ ലെറ്റർ മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല. എന്ന് ചോദിച്ചാൽ ആ ഒരു ക്യാമറയിൽ നമുക്ക് ആ ഒരു വിഷ്വൽ, ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ കാറിൽ വെച്ച് മർദ്ദിക്കുന്ന സീൻ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവർ റൂം ചോദിച്ച സമയത്ത് അവിടെ തന്നെ ഇവർക്ക് മർദ്ദിക്കുകയും പൂട്ടിയിടുകയും ചെയ്തിട്ടുണ്ട് ഈ ലെറ്ററിൽ. അതൊക്കെ ഇപ്പോൾ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് സംഭവം ഇപ്പൊ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഈ ലെറ്ററിൽ. അപ്പോൾ അത് ലാസ്റ്റ് പറഞ്ഞ പോലെ എന്താ വെച്ചാൽ ഇത് കേരളമാണ്, എന്തൊക്കെ നടക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ജസ്റ്റിസ് ഫോർ ജെറി. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് നീതി കിട്ടണം ഇല്ലാട്ടല്ലേ. ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ട് പിന്നെ അവർ വെളിയിൽ അങ്ങനെ സുഖമായിട്ട് ഇറങ്ങി നടക്കരുത് ഇല്ലാട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ചോദിച്ചതിനെ മർദ്ദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നില്ല, ഇത് കേരളം തന്നെയാണോ ചെയ്യട്ടെ. നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഇല്ലാട്ടല്ലേ. അല്ല, നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് ഇങ്ങനെയാണ് സംഭവിക്കണമെന്നുണ്ട്. എന്തായാലും അവർക്കെതിരെ നടപടി എടുക്കാനുവാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനിയും ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു പ്രശ്നം നടന്നു ഫസ്റ്റ് തന്നെ പോയ സമയത്ത് പ്രശ്നം നടന്നിട്ടും ഈ കല്യാണം ഇങ്ങനെ കുറവാണ്ട, അല്ലെങ്കിൽ കല്യാണക്കാർക്ക് ഒരു പ്രശ്നം വരണ്ടെന്ന് പറഞ്ഞിട്ട് അവരാദ്യം പറയാണ്ടിരുന്നു. എന്നിട്ട് കല്യാണമൊക്കെ കവർ ചെയ്ത ശേഷം പിന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. അവരുടെ ശേഷം പറഞ്ഞപ്പോൾ അത് കേട്ടിട്ടാണെങ്കിൽ ഇവരെ ഉപദ്രവിക്കും. മനസ്സിലല്ലേ, നീ അങ്ങനെ പറയാനായോ എന്നൊക്കെ പറഞ്ഞാണ് ഇവരിനെ ഉപദ്രവിക്കുന്നത്. എത്രയൊക്കെ ഉണ്ട് നോക്കുക അവർ. എന്തോന്നറിയത്, അവരും പാവങ്ങളാണ്, അവരും മനുഷ്യന്മാരാണ്, അവരും അതിനുവേണ്ടി വരുന്ന ആൾക്കാരാണ്. അത് മനസ്സിലാക്കാനുള്ള ഇതില്ല ഇവർക്ക്. അപ്പൊ എന്തായാലും സംഭവിച്ചതാണ് ഇല്ലാട്ടല്ല. അപ്പൊ നമുക്കൊരു വീഡിയോ കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ മറ്റവർക്കെതിരെ എന്തായാലും ആക്ഷൻ എടുക്കുക വേണം. അത് നമുക്ക് പറയാനുള്ളൂ ഇല്ലാട്ടല്ലേ. മറ്റേ പുള്ളിക്കാരൻ ചെറിയ ചേട്ടൻ ഇപ്പോഴും ഹോസ്പിറ്റലാണ് ഇല്ലാട്ടല്ലേ. മൂക്കിന്റെ പാലം തകർന്നു, ഞാൻ പറഞ്ഞില്ല, മൂക്കിന്റെ പാലം തകർന്നിരിക്കുകയാണ്. മറ്റവർ വന്നിട്ടുണ്ട്, കാർ ചേസ് ചെയ്ത് വന്ന് നിർത്തിയിട്ട് വണ്ടിയിൽ വന്നിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നീ അല്ലടാ ഞാനല്ലടാ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കണം. എന്താ ഇതൊക്കെ. എന്തായാലും ആൾക്ക് നീതി കിട്ടാനാണെങ്കിൽ ഇല്ലാട്ടല്ലേ, അതേ പറയാനുള്ളൂ. അപ്പോൾ അത്ര.